ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ മോക്ക് ടെസ്റ്റ് കേട്ടോ, ടെൻസിൻ്റെ മോക്ക് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ടെസ്റ്റ് വെച്ചേക്കുന്നത് ഫുൾ, അതായത് ടെൻസ് മുഴുവനും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതിന് നമുക്ക് കുറച്ച് വൊക്കാബുലറി നോക്കാം. സ്പീക്കിംഗ് വിത്തൗട്ട് പ്രിപ്പറേഷൻ, അതിനെന്താ പറയുക, എക്സ്റ്റംബർ ആണ് കേട്ടോ. സ്പീക്കിംഗ് വിത്തൗട്ട് പ്രിപ്പറേഷൻ, നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാണ്ട് പെട്ടെന്നൊരു ടോപ്പിക്ക് വന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കില്ലേ, അതിനെയാണ് പറയുന്നത് എക്സ്റ്റംബർ. എക്സ്റ്റംബർ കോമ്പറ്റീഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റംബർ എന്ന് പറയുമ്പോണ്ടല്ലോ, പെട്ടെന്ന് നമുക്കൊരു ടോപ്പിക്ക് വരികയല്ലേ, അപ്പോൾ നമ്മൾ വായി തോന്നണൊക്കെ വിളിച്ച് പറയും. അപ്പോൾ പലരുടെയും ടെമ്പറൊക്കെ പോകും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, എക്സ്റ്റംബർ. നെക്സ്റ്റ് ഇസ് സംതിങ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാവാത്ത ഒന്നിനെയാണ് പറയുന്നത് ഇൻഎക്സ്പ്ലിക്കബിൾ. എന്താണ് ഇൻഎക്സ്പ്ലിക്കബിൾ? ഓർത്ത് വെച്ചോളൂ കേട്ടോ, ഇൻഎക്സ്പ്ലിക്കബിൾ. വൺ ഹൂ കനോട്ട് ബി കറക്റ്റഡ്, അതായത് തിരുത്താനാവാത്ത അല്ലെങ്കിൽ നന്നാക്കാൻ സാധിക്കാത്ത ഒരാളെ നമ്മൾ എന്താ പറയുക, ഇൻകൊറിജിബിൾ എന്ന് പറയും. എന്താണ് ഇൻകൊറിജിബിൾ? വൺ ഹൂ കനോട്ട് ബി കറക്റ്റഡ്. ആ കറക്റ്റഡിൻ്റെ ഒരു ചെറിയൊരു ഭാഗം തന്നെ ഇതിനകത്തുണ്ട് അല്ലേ, കറക്റ്റഡ്, കൊറിജിബിൾ. ഓക്കെ, അപ്പോൾ തിരുത്താനാവാത്ത, നന്നാക്കാൻ സാധിക്കാത്ത എന്നൊക്കെ രീതിയിൽ പറയണതാണ് ഇൻകൊറിജിബിൾ. നെക്സ്റ്റ് നോക്കാം, വൺ വിച്ച് ഇസ് നോട്ട് ഇൻ യൂസ് അല്ലെങ്കിൽ നോ ലോങ്ങർ ഇൻ യൂസ്, അതായത് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത, പഴകിയ ഒന്നിനെയാണ് പറയുന്നത് ഒബ്സൊളേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഒബ്സൊളേറ്റ്? ഒബ്സൊളേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗം അല്ലാത്ത അല്ലെങ്കിൽ പഴകിയ എന്നൊക്കെ ഒരു മീനിങ് വരുന്നതാണ് ഒബ്സൊളേറ്റ്. ഒബ്സൊളേറ്റ് അങ്ങനെ പഴകിയ സാധനങ്ങളൊക്കെ സാധാരണ ഇത്തിരി സോളോ ആയിട്ടൊക്കെ ഇരിക്കും അല്ലെ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ, ഒബ്സൊളേറ്റ്. അടുത്ത് നോക്കാം, എ ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ഹിസ് ഓർ ഹെർ സ്പൗസ് ബിഫോർ ഓർ ആഫ്റ്റർ ഡൈവേഴ്സ്, അതിനാണ് പറയുന്നത് അലിമണി എന്ന് പറയുന്നത് കേട്ടോ. അതായത് വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുള്ള ഭാര്യയ്ക്ക് ഭർത്താവ് നൽകുന്ന ഒരു പങ്കുണ്ടല്ലോ, ഒരു ജീവനാംശം ഉണ്ടല്ലോ, അതിനെയാണ് പറയുന്നത് അലിമണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അലി കൊടുക്കുന്ന മണിയാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കൊടുക്കുന്ന മണി, ഭാര്യയ്ക്ക് കൊടുക്കുന്ന മണി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം, എ പേഴ്സൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറീസ്, ഡിക്ഷണറീസ് എഴുതുന്ന ഒരാളെ എന്താ പറയുക, ലെക്സിക്കോഗ്രാഫർ എന്ന് പറയും. എന്താ പറയുക, ലെക്സിക്കോഗ്രാഫർ. അപ്പോൾ ആ ഡിക്ഷണറി എഴുതുന്നത് ഒരു ലെക്സി പേന വെച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ ആ ഡിക്ഷണറിയിൽ ലെക്സി പേന വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തുവെന്നോ ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ലെക്സിക്കോഗ്രാഫർ ആണ് വൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറീസ്. അടുത്ത് നോക്കാം, സമ്മൺ ഹൂ ക്യാൻ ബി ഈസിലി ഡിസീവ്ഡ്, അതായത് എളുപ്പം പറ്റിക്കാൻ പറ്റുന്ന ഒരാളെ നമ്മൾ എന്താ പറയുക, ഗുള്ളിബിൾ എന്ന് പറയാം കേട്ടോ. എന്താണ് ഗുള്ളിബിൾ? അപ്പം ഗുള്ളിബിൾ എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് ഈ ഗൾ എടുക്കാം, അതായത് ഗ്യാൽ എന്നുള്ള രീതിയിലൊക്കെ എടുത്തൂടെ, ഗേൾസ് എന്ന് ആലോചിക്കാം. അപ്പോൾ പല ഗേൾസും പലരെയും പറ്റിച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ നമുക്ക് ഗുള്ളിബിൾ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. സമ്മൺ ഹൂ ക്യാൻ ബി ഈസിലി ഡിസീവ്ഡ്, പറ്റിക്കപ്പെടുന്ന കേട്ടോ, ഡിസീവ്ഡ്. നെക്സ്റ്റ് ഇസ് റൂൾസ് ഗവേണിംഗ് സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ പറയുന്നത് എറ്റിക്വറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് എറ്റിക്വറ്റ്? അപ്പം അത് ഓർക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ട് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും അല്ലെ, അവരുടെ ബിഹേവിയറൊക്കെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ, എത്തിയിട്ട് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ പോയം ഓഫ് 14 ലൈൻസ്, 14 വരിയുള്ള ഒരു പോയത്തിനെയാണ് നമ്മൾ പറയുന്നത് സോണറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് സോണറ്റ്? അടുത്ത് നോക്കാം, ഗ്രൊട്ടസ്ക്യൂ ആണ്. ഗ്രൊട്ടസ്ക്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് അല്ലെങ്കിൽ അൺയൂഷ്വൽ ആണ്, അതായത് വികൃതമായിട്ടുള്ള, വിചിത്രമായതെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഗ്രൊട്ടസ്ക്യൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഗോട്ട് ഉണ്ടല്ലോ, ആട്, ഗോട്ട് ക്യൂല് നിൽക്കുകയാണെങ്കിൽ ഗ്രൊട്ടസ്ക്യൂ കേട്ടോ. ഗോട്ട് ക്യൂല് നിൽക്കുകയാണെങ്കിൽ അതൊരു വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയല്ലേ, ഒരു അൺയൂഷ്വൽ ആണ്, സ്ട്രേഞ്ച് ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത് നോക്കാം, എക്സോഡസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എ സിറ്റുവേഷൻ ഇൻ വിച്ച് മെനി പീപ്പിൾ ലിവ് എ പ്ലേസ് അറ്റ് ദ സെയിം ടൈം, അതായത് നമ്മൾ ഈ കൂട്ട പലായനം എന്നൊക്കെ പറയില്ലേ, ഒരേ സമയത്തല്ല കുറേ ആൾക്കാർ ഒരു സ്ഥലം വിടുക, അതിനാണ് നമ്മൾ പറയുന്നത് എക്സോഡസ്. അങ്ങനെ എക്സ് ആൾക്കാർ, നമുക്ക് എത്ര ആൾക്കാരാണെന്ന് അറിയില്ലല്ലോ, അപ്പോൾ നമ്മൾ മാത്സിലൊക്കെ പറയില്ലേ എക്സ്, അങ്ങനെ എക്സ് ആൾക്കാർ ആ ഒരു സ്ഥലത്ത് നിന്ന് ഓടിപ്പോയി എന്ന് ആലോചിക്കുക. എക്സോഡസ്. എക്സോഡസ്, എ സിറ്റുവേഷൻ ഇൻ വിച്ച് മെനി പീപ്പിൾ ലീവ് എ പ്ലേസ് അറ്റ് ദ സെയിം ടൈം. നെക്സ്റ്റ് വൺ നോക്കാം, ഫെർവെൻറ്റ്. ഫെർവെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാവിങ് ഓർ ഷോയിങ് വെരി സ്ട്രോങ് ആൻഡ് സിൻസിയർ ഫീലിങ്സ് അബൌട്ട് സംതിങ്, അതായത് എന്താ പറയുക, ഭയങ്കര ഒരു ഫീലിങ്സ് ഒക്കെ കാണിക്കുക, അതിനെയാണ് നമ്മൾ പറയുന്നത് ഫെർവെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര സ്ട്രോങ് ആൻഡ് സിൻസിയർ ഫീലിങ്സ് ആണ്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെർവെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെർവൻറ്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഓക്കെ, സെർവൻറ്റ്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സെർവൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചു എന്നോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ ആയിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ്, അങ്ങനെയൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത് നോക്കാം, ഡീവിയസ് ആണ്. ഡീവിയസ് എന്ന് പറഞ്ഞാൽ ബിഹേവിങ് ഇൻ എ ഡിസോണസ്റ്റ് വേ, അതായത് എന്താ പറയുക, വളഞ്ഞ, നമ്മൾ പറയില്ലേ ഡീവിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, വളഞ്ഞ, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഡീവിയസ് എന്ന് പറഞ്ഞാൽ ബിഹേവിങ് ഇൻ എ ഡിസോണസ്റ്റ് വേ, വഴി തെറ്റുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഡീവിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യുക കേട്ടോ, ഡീവിയേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് ബോയ്സ്ട്രസ് ആണ്. ബോയ്സ്ട്രസ് എന്ന് പറഞ്ഞാൽ നോയ്സി, മിസ്റ്റീവിയസ്. ഓക്കെ, നോയ്സി, ഒരുപാട് ബഹളം വയ്ക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ബോയ്സ്ട്രസ്. അപ്പോൾ ബോയ്സ്ട്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബോയ്സിന് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ എടുക്കാം. ബോയ്സിന് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അവരൊരുപാട് ബഹളം വയ്ക്കും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം. നോയ്സി ആണ് കേട്ടോ. അതുപോലെ തന്നെ മിസ്റ്റീവിയസ്.
നെക്സ്റ്റ് ഇസ് കണ്ടംപ്ലേറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം PSCയിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സീരിയസ് തോട്ട് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഒരുപാട് നേരം ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുക, അതിനൊക്കെയാണ് നമ്മൾ പറയുന്നത്, സീരിയസ് ആയിട്ട് കേട്ടോ. അതിനെയാണ് നമ്മൾ പറയുന്നത് കണ്ടംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബുഫയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കും അല്ലേ, ആ പ്ലേറ്റിൽ എന്തെടുക്കണം, ഏത് കറി എടുക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ വെറുതെ കണക്ട് ചെയ്യാം. കണ്ടംപ്ലേറ്റ് ഇറ്റ് മീൻസ് സീരിയസ് തോട്ട് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ഇത്രയും വൊക്കാബുലറി ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. ഇനി നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ടെൻസിൻ്റെ ബേസിലുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിയുമ്പോഴേക്കും ടെൻസിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ എന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് വൺ, ഐ ഡാഷ് ദ ട്രീ ഫോർ ആൻ അവർ. ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഹാവ് ബീൻ വാട്ടറിംഗ് ആണ്. ഐ ഹാവ് ബീൻ വാട്ടറിംഗ് ദ ട്രീ ഫോർ ആൻ അവർ. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിന് നമുക്കൊരു കീവേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോർ. ഈ ഫോർ അല്ലെങ്കിൽ സിൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ആം വാട്ടറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതെന്തായാലും അല്ല. പിന്നെ ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഐ ഡാഷ് ദ ട്രീ ഫോർ ആൻ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ മരത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ ഒരു മീനിങ് അല്ലേ വരുന്നത്. അതായത് പാസ്റ്റിൽ തുടങ്ങിയിട്ട് അല്ലേ, ഒരു മണിക്കൂറായിട്ട് പാസ്റ്റിൽ തുടങ്ങിയിട്ട് അത് പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം കേസുകളിൽ നമ്മൾ എങ്ങനെയാണ് പറയുക, ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസൻറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ ബീൻ, പിന്നെ വെർബിൻ്റെ ഒപ്പം ING കൂട്ടിയിട്ട് പറയാം. അതിന് നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ആണ് കേട്ടോ. അപ്പോൾ ഐ ഹാവ് ബീൻ വാട്ടറിംഗ് ദ ട്രീ ഫോർ ആൻ അവർ. അപ്പോൾ സിൻസ് അല്ലെങ്കിൽ ഫോർ വരാണെങ്കിൽ എന്താ മനസ്സിലേക്ക് വരേണ്ടത്? പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും എന്നുള്ളത് ആലോചിക്കുക, പിന്നെ അർത്ഥം നോക്കിയിട്ട് തീരുമാനിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ്. ദ ഡോർ ബെൽ ഡാഷ് ഫോർ ദി ലാസ്റ്റ് 10 minutes. ഓക്കെ, പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണേ. ദ ഡോർ ബെൽ ഡാഷ് ഫോർ ദി ലാസ്റ്റ് 10 minutes. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഒരു കീവേഡ് ഇരിക്കുന്നുണ്ട്, ഫോർ അല്ലെങ്കിൽ സിൻസ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്, സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ വാസ് റിങ്ങിങ് വെട്ടിക്കളയാലോ, ഇസ് റിങ്ങിങ്ങും വെട്ടിക്കളയാം. പിന്നെ ഹാസ് ബീൻ റിങ്ങിങ് ആണോ ഹാഡ് ബീൻ റിങ്ങിങ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡൗട്ട് അല്ലേ. പെർഫെക്റ്റ് ആണെന്നുള്ളത് നമുക്കറിയാം, ഇത് രണ്ടും പെർഫെക്റ്റ് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 minute ആയിട്ട് ബെല്ല് അടിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളൊരു മീനിങ് അല്ലേ. ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ മീനിങ് അങ്ങനെയല്ലേ വരുന്നത്? ലാസ്റ്റ് 10 minutes ആയിട്ട് ബെല്ല് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്, പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്യുന്ന കേസാണ്. അപ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഒന്ന് പറഞ്ഞേ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഹാസ് ബീൻ റിങ്ങിങ് ആണ്. ശ്രദ്ധിക്കുക, ഡോർ ബെൽ സിംഗുലർ അല്ലേ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാസ് ആണ്, പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ഒപ്പം ING ഫോം. അപ്പോൾ ലാസ്റ്റ് 10 minutes കണ്ടു എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് പാസ്റ്റിലേക്ക് കയറരുത് കേട്ടോ. അർത്ഥം മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ചൂസ് എ റൈറ്റ് ആൻസർ. ഇറ്റ് ഡാഷ് റെയിനിങ് ഹെവിലി ഫോർ എ വീക്ക്. ദ വെൽസ് ആർ ഓവർഫ്ലോയിങ്. അപ്പം ഇവിടെ വീണ്ടും 4 കണ്ടു അല്ലേ. ഓക്കെ, പിന്നെ ബാക്കി സെൻറ്റൻസ് വായിച്ചേ. ദ വെൽസ് ആർ ഓവർഫ്ലോയിങ്. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രസൻറ്റുമായിട്ട് ഇവിടെ എന്തായാലും കണക്ഷൻ ഉണ്ട്. അപ്പോൾ പ്രസൻറ്റ് ആണെങ്കിൽ ഫോർ എ വീക്ക് നൗ. ഇപ്പോൾ 4 കണ്ടാൽ നമുക്കറിയാം എന്തായാലും പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും വരിക എന്നുള്ളത് അറിയാം. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇസ് ഞാൻ വെട്ടി, വാസ് ഞാൻ വെട്ടി. ഒന്നല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ. ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഞാൻ എന്താ യൂസ് ചെയ്യുക? എനിക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം സിംഗുലർ ആണെങ്കിൽ ഞാൻ അതിൻ്റെ ഒപ്പം ഹാസ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി ഫോർ എ വീക്ക് നൗ. ഫോർ എ വീക്ക് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഇറ്റ് ഇസ് ഹൈ ടൈം ദാറ്റ് വി ഡാഷ് ദി പ്ലേസ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് ഹൈ ടൈം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ടൈം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് V2 ഫോം ഓഫ് ദി വെർബാണ് കേട്ടോ. V2 എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതായത് ലീവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണല്ലോ ലെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? V2 ഫോം ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ടൈമിന് ശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? V2 ഫോം ഓഫ് ദി വെർബാണെന്നുള്ളത് ആലോചിക്കാം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ദ കോൺട്രാക്ടർ ഡാഷ് ദി വർക്ക് ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ. അപ്പം ദ കോൺട്രാക്ടർ ഡാഷ് ദി വർക്ക് ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ. ഇവിടെ നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഒരു കീവേഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കും
പിന്നെ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, ഈ വർഷത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, ഫ്യൂച്ചറിനെ കാണിക്കുന്നതാണ്, ഈ വർഷത്തിൻ്റെ അവസാനമാണ്, ഈ വർഷം എത്തിയിട്ടില്ല, അതിൻ്റെ അവസാനം എത്തിയിട്ടില്ല, അത് ദാറ്റ് മീൻസ് ഫ്യൂച്ചറിനെ കാണിക്കുകയാണ്. അപ്പോൾ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡും ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ നോക്കിയേ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വില്ല് ഉണ്ടാവും, പിന്നെ എന്തായാലും ഹാവ് തന്നെയാണ്, അവിടെ ഹാസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഹാവ് ഉണ്ടാവും പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും. നമ്മുടെ ആൻസർ വിൽ ഹാവ് കംപ്ലീറ്റഡ്. ക്ലിയർ ആയോ? അപ്പോൾ എന്താ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ, അടുത്ത വർഷത്തിൻ്റെ അവസാനം കോൺട്രാക്റ്റ് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ലാസ്റ്റ് മന്ത് മൈ കൊളീഗ്സ് ഡാഷ് ടു മൈസൂർ ഓൺ എ ട്രിപ്പ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കഴിഞ്ഞ മാസം എൻ്റെ കൊളീഗ്സ് മൈസൂരിലേക്ക് പോയി എന്നുള്ളൊരു മീനിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോയി അല്ലേ, ദാറ്റ് മീൻസ് വെൻറ്റ്. അപ്പോൾ ലാസ്റ്റ് മന്ത്, ഇയർ ബിഫോർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ, യെസ്റ്റർഡേ, പ്രീവിയസ് ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, ഹിസ് ഓണ്ട് ഡാഷ് ടു സീ അസ് എ ഫ്യൂ ഡേയ്സ് എഗോ. ഇവിടെ നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റും, വേറെ ഒന്നുമില്ല, ഫ്യൂ ഡേയ്സ് എഗോ ആണ് അല്ലേ. അപ്പോൾ അവിടെ വരുന്നത് എന്തായിരിക്കും, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഹിസ് ആൻഡ് കെയിം ടു സീ അസ് എ ഫ്യൂ ഡേയ്സ് എഗോ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ കീവേഡ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അടുത്ത് നോക്കാം, ഐ ഡാഷ് ടെന്നീസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 4 ഉണ്ട് അല്ലേ, 4 ഉണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ 4 അല്ലെങ്കിൽ സിൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും, പെർഫെക്റ്റ് ടെൻസ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലേഡ് മാറ്റാം, വേർ പ്ലേയിങ്ങും മാറ്റാം. ഒന്നല്ലെങ്കിൽ ഹാസ് പ്ലേഡ് അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലേയിങ്. ഫോർ എ വീക്ക് നൗ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സാനിയ എൻ്റെ ഒപ്പം ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം കേസുകൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ. ഐ ഹാവ് ബീൻ പ്ലേയിങ് ടെന്നീസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ സിൻസും ഫോറൊക്കെ കൊടുത്തിട്ട് ഒരു സെൻറ്റൻസ് പ്രസൻറ്റിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് തന്നെയാണ് കൊടുക്കുക കേട്ടോ. അടുത്ത അതില്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഹീ സെഡ് ദാറ്റ് ഹീ ഡാഷ് ടു മാർക്കറ്റ്. അപ്പം നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഹീ സെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി V2 ഫോമാണ് അല്ലേ, പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പിന്നെ എസ് വരുമോ, ഇല്ല. പിന്നെ ഹാസ് വില്ല് വരുമോ, കാരണം വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറാണ്, അപ്പോൾ അതുമില്ല. നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു സെൻറ്റൻസിൽ സാധാരണ പറയില്ല കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഹീ സെഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്തായിരിക്കും, പാസ്റ്റ് വെച്ചിട്ടുള്ള വാസ് ഗോയിങ് ആണ് കേട്ടോ. ഹീ സെഡ് ദാറ്റ് ഹീ വാസ് ഗോയിങ് ടു മാർക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റൂം ഡാഷ് യെസ്റ്റർഡേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കീവേഡ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിരുന്നു. യെസ്റ്റർഡേ അല്ലെങ്കിൽ മന്ത് ബിഫോർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ, ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതിലേക്ക് കയറുന്നേക്കാൾ മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഒരു എക്സാമ്പിളിലേക്ക് കയറാം. ഇവിടെ നമുക്ക് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും കയറാം. സപ്പോസ് രാം കിൽഡ് രാവണ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്രിയയോട് ചോദിക്കുകയാണ്. നമുക്കറിയാം ഇതാണ് സബ്ജക്റ്റ്, ഇതാണ് ക്രിയ, ഇതാണ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഞാൻ ചോദിക്കുകയാണ് ആരാണ് കൊന്നേ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ക്രിയയോട് ചോദിക്കുകയാണ് ആരാണ് കൊന്നേന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി. ആരാ, രാമാണ് അല്ലേ. അപ്പോൾ ക്രിയ ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ, അതെന്ത് വോയിസ് ആണ്, ആക്റ്റീവ് വോയിസ് ആണെന്നുള്ളത് ഓർക്കുക. ആരാണ് കൊന്നേ, രാമാണ് കൊന്നേ. അപ്പോൾ രാമ തന്നെയാണ് എൻ്റെ സബ്ജക്റ്റ് സ്ഥാനത്ത് കിടക്കുന്നത്. അപ്പോൾ അതെന്ത് വോയിസ് ആണ്, ആക്റ്റീവ് വോയിസ് ആണ്. ഇനി പാസീവ് വോയിസിൻ്റെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇത് തന്നെ ഞാൻ പാസീവിൽ എഴുതുകയാണ് കേട്ടോ. എങ്ങനെ എഴുതും, രാവണ പിന്നെ വാസ് കിൽഡ് എന്നാണ് നമ്മൾ കൊടുക്കുക. കാരണം ഈ ആക്റ്റീവ് പാസീവിനകത്ത് നമുക്ക് ടെൻസ് മാറ്റാനുള്ള അധികാരമില്ല. അപ്പോൾ രാവണ വാസ് കിൽഡ് ബൈ രാം. വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ആരാണ് കൊന്നേന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ക്രിയ ചെയ്തിട്ടുള്ള ആളാണോ നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് കിടക്കുന്നത്, ആണോ? ആരാണ് കൊന്നേ, രാവണയാണോ കൊന്നേ, അല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ക്രിയ ചെയ്തിട്ടുള്ള ആളല്ല നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് കിടക്കുന്നത്. അപ്പോൾ അതെന്ത് വോയിസ് ആണ്, പാസീവ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് കേട്ടോ. ഇനി നോക്കിയേ, ദ റൂം ഡാഷ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും വരണേ എന്നുള്ള രീതിയിൽ നമുക്കറിയാം. ഇനി ഞാനിവിടെ
ക്രിയയോട് ചോദിക്കുകയാണ് ആരാണ് ക്ലീൻ ചെയ്തത്. നമ്മളിവിടെ ചോദിച്ച പോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ് ആരാണ് ക്ലീൻ ചെയ്തത്. ക്ലീൻ ചെയ്തിട്ടുള്ള, അതായത് ക്രിയ ചെയ്തിട്ടുള്ള ആൾ ആണോ നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് കിടക്കുന്നത്? ക്ലീൻ ചെയ്തിട്ടുള്ള റൂമാണോ? അല്ല, വേറെ ആരോ ആണ് ക്ലീൻ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ക്രിയ ചെയ്തിട്ടുള്ള ആളല്ല നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് ഉള്ളത്. അതുകൊണ്ട് അത് എന്ത് വോയിസ് ആണ്? പാസീവ് വോയിസ് ആണ് കേട്ടോ. അപ്പോൾ പാസീവ് വോയിസ് ആണെങ്കിൽ ഇവിടുത്തെ ആൻസർ എൻ്റെ എന്തായിരിക്കും വരുന്നത്? പാസ്റ്റ് ടെൻസ് ആണെന്ന് എനിക്കറിയാം, കാരണം യെസ്റ്റർഡേ ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആൻസർ വരുന്നത് വാസ് ക്ലീൻഡ് ആണ്. പാസീവ് വോയിസിൻ്റെ ഒരു ഫോർമാറ്റ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ, അതിനുശേഷം V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ദ റൂം വാസ് ക്ലീൻഡ് യെസ്റ്റർഡേ. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ദ റൂം ക്ലീൻഡ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, ഒരു വ്യക്തിയാണ് ക്ലീൻ ചെയ്തേ എന്നുള്ള രീതിയിലായിപ്പോൾ. അങ്ങനെയല്ലല്ലോ. സോ നമ്മുടെ ആൻസർ വാസ് ക്ലീൻഡ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഒന്നും കൂടെ ഒന്ന് നിങ്ങൾ നോക്കുക കേട്ടോ ഈ ഒരു പോർഷൻ. അടുത്ത് നോക്കാം. വെൻ ഐ റീച്ച് ദി ബസ് സ്റ്റേഷൻ ദ ബസ് ഡാഷ്. വെൻ ഐ റീച്ച് ദി ബസ് സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് കേട്ടോ. ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും എന്തായിരിക്കും? ബസ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് 2 ഭാഗമുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും മുമ്പ് നടക്കുന്ന കാര്യം എങ്ങനെയായിരിക്കും? നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും പറയുക. അതിനുശേഷം നടന്നിട്ടുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് പറയുക? സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും പറയുക. മനസ്സിലായോ? ടൈം ലൈൻ ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇതിനേക്കാളും മുമ്പ് നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ട് പറയും കേട്ടോ. ഇതിനേക്കാളും മുമ്പാണ്. അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി പാസ്റ്റ് ടെൻസിന് ശേഷം നടന്നിട്ടുള്ളത് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ട് പറയും. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇപ്പം ഞാൻ പറയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ഹാസ് ഹാവ് ഒക്കെ കൂട്ടിയിട്ട് V3 ഫോം ഓഫ് ദി വെർബ് പറയും. ഐ ഹാവ് ഡാൻസ് ടുഡേ എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പ് ഡാൻസ് ചെയ്തെന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതേസമയം ഐ ഡാൻസ്ഡ് ഞാൻ ഇന്നലെയോ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പോ ഒക്കെ ഡാൻസ് ചെയ്തിട്ടുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റുമായിട്ട് കുറച്ചും കൂടെ കണക്ഷൻ വരുന്ന ഏതിനാണ്? അതിൻ്റെ ഇമ്പാക്റ്റ് പ്രസൻറ്റിൽ ഉണ്ടാവണമെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, അത്യാവശ്യം വലിയൊരു സെൻറ്റൻസ് ആണ്. അതിനകത്ത് 2 ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യം എങ്ങനെയായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനകത്തും രണ്ടാമത് നടന്നിട്ടുള്ള കാര്യം എങ്ങനെയായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും നടക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ, ഐ ഡാഷ് സംതിങ് ബേണിങ്. ഇവിടെ എന്താ വരുന്നത്? നമ്മുടെ ആൻസർ ഐ സ്മെല്ലാണ് കേട്ടോ. ഐ സ്മെൽ. അപ്പോൾ കുറച്ച് വാക്കുകളുണ്ട്, അതിന് നമ്മൾ സ്റ്റാറ്റിക് വെർബ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ആൾക്കാരാണ് ഈ സ്മെല്ല്, ലവ്, ലൈക്ക്, മൈൻഡ്. കുറച്ച് ആൾക്കാരുണ്ട് അപ്പിയർ, ബിലീവ്, അങ്ങനെയുള്ള ആൾക്കാർ, തിങ്ക്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് ശേഷം ING കൂട്ടിയിട്ട് പറയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സീ, സ്മെല്ല്, അതൊക്കെ നമ്മുടെ ഈ സെൻസ് ഓർഗൻസുമായിട്ടൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാമല്ലോ. സീ, സ്മെല്ല്, പിന്നെന്താ സൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ING കൂട്ടിയിട്ട് പറയില്ല. അപ്പോൾ ഐ സ്മെൽ സംതിങ് ബേണിങ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഷീ വെൻ ടു ദി ഓഫീസ് ആഫ്റ്റർ ഹെർ ഫ്രണ്ട് ഡാഷ്. എന്തായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? അവളുടെ ഫ്രണ്ട് പോയതിന് ശേഷമായിരിക്കും അവൾ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് V2 ഫോം ആണ്. അത്യാവശ്യം വലിയ സെൻറ്റൻസ് ആണ്. 2 ഭാഗങ്ങളുണ്ടെങ്കിൽ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യം എങ്ങനെയായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. രണ്ടാമത് നടന്നിട്ടുള്ള കാര്യമായിരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ അവളുടെ ഫ്രണ്ട് ആദ്യം പോയി, അതിനുശേഷമല്ലേ അവൾ ഓഫീസിലെത്തിയത്. അപ്പോൾ ആദ്യം പോയിട്ടുള്ള കേസ് ഏത് ടെൻസിലായിരിക്കും? ഏതിലായിരിക്കും വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. അപ്പോൾ ആൻസർ ഹാഡ് ഗോൺ. ഷീ വെൻ ടു ദി ഓഫീസ് ആഫ്റ്റർ ഹെർ ഫ്രണ്ട് ഹാഡ് ഗോൺ. അതിന് ശേഷമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് വാസ് റെയിനിങ് വെൻ ഹി ഡാഷ് ഔട്ട്. ഇവിടുത്തെ ആൻസർ വെന്റ് ആണ്. ഇവിടെ എന്താ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് വെച്ചിട്ട് തന്നെ കേട്ടോ. ഇറ്റ് വാസ് റെയിനിങ് വെൻ ഹി വെന്റ് ഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇസ് എ ഗുഡ് എക്സസൈസ്. ആൻസർ സ്വിമ്മിങ് ആണ്. കാരണം സ്വിമ്മിംഗ് എന്ന് പറയുന്ന ഒരു ജെറൻഡ് ആണ് കേട്ടോ. അതൊരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ജെറൻഡിന് ശേഷം എപ്പോഴും ഒരു സിംഗുലർ വെർബ് ആയിരിക്കും വരണേ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ സ്വിമ്മിങ് ഇസ് എ ഗുഡ് എക്സസൈസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവറി ഡേ. എവറി ഡേ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന ഹാബിച്വൽ ആക്ഷൻസ്, നമ്മുടെ ഹോബീസ്, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഫാക്റ്റ്, ട്രൂത്ത്, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുക. മിസ്റ്റർ ജോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടിന് ഒരാളെയും കൂടെ എസ് ചേർത്തിട്ടായിരിക്കും പറയുക. ജോൺ റൈറ്റ് എന്നല്ല, ജോൺ റൈറ്റ്സ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം. ഐ ഡാഷ് ഹെർ ഫോർ ദി പാസ്റ്റ് 5 years. വീണ്ടും നമ്മുടെ ഫോർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം അല്ലേ. പിന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് എന്നും പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
എനിക്ക് അവളെ അറിയാം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചിന്തിക്കുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ? അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആം നോയിങ്ങും വാസ് നോണൊക്കെ നമുക്കെടുത്ത് മാറ്റാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി പോകുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വാക്കുകളിന് ശേഷം നമ്മൾ ING കൂട്ടിയിട്ട് പറയില്ല എന്ന്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരാളാണ് ഈ നോ എന്ന് പറയുന്നത്. നമ്മൾ സ്മെല്ല് പറഞ്ഞില്ലേ, സ്മെല്ലിങ് പറയില്ല, സീയിങ്, ടേസ്റ്റിങ് അങ്ങനെ പറയില്ല. അപ്പോൾ അതേപോലെ ഇവിടെ നോയ്ക്ക് ശേഷം നമ്മൾ ING കൂട്ടിയിട്ട് പറയില്ല. അപ്പോൾ ഇത് നമുക്കിവിടെ തെറ്റായിട്ട് എടുക്കാം. ഇതെന്തായാലും നമ്മൾ പറയില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്താ നോക്കണ്ടേ? നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മൾ ഇതിലേക്ക് പോകണം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് പോകണം. അപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് അവളെ അറിയാം എന്നുള്ളതാണ് ആൻസർ. ഐ ഹാവ് നോൺ ഹെർ ഫോർ ദി പാസ്റ്റ് 5 years. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് 2 ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് തന്നെ പോകണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ടെൻസിലേക്കാണ് പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ വർക്ക് ഡാഷ് ബൈ 7:30 PM ടുമാറോ. ഇവിടെ നോക്കിക്കോളൂ, ബൈ ഉണ്ട്, ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു വാക്കുണ്ട്. എന്തായിരിക്കും വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈ എന്നുള്ള വാക്കും ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു വാക്കും വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അല്ലേ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഏതായിരിക്കും വരിക? വിൽ കംപ്ലീറ്റഡ് ആണോ? അല്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിൽ ഉണ്ടാവും, അതിനുശേഷം ഹാവ് ഉണ്ടാവും, പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും വെട്ടിക്കളയാം. ഓക്കെ, ദ വർക്ക് ഡാഷ് ബൈ 7:30 PM ടുമാറോ. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താ? നമ്മുടെ ക്രിയയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ആരാ കംപ്ലീറ്റ് ചെയ്യുന്നേ? ആരാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? വർക്കാണോ? വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണോ കംപ്ലീറ്റ് ചെയ്യുന്നത്? അല്ല അല്ല, വേറെ ആരോ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് വോയിസ് ആണ്? ആക്റ്റീവ് ആണോ പാസീവ് ആണോ? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ക്രിയ ചെയ്യുന്ന ആളാണ് നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് കിടക്കുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസ്. അപ്പോൾ ഇവിടെ അതല്ല വന്നിട്ടുള്ളത്, കാരണം ആരോ ആണ് ചെയ്തിട്ടുള്ളത്, അതല്ല, അയാളല്ല ഇവിടെ സബ്ജക്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് പാസീവ് വോയിസ് ആണ്. അപ്പോൾ നമുക്ക് വിൽ ഹാവ് കംപ്ലീറ്റഡ് പറയാൻ പറ്റുമോ? ഇല്ല. പാസീവ് വോയിസിൽ പറയുമ്പോൾ ഹാവിന് ശേഷം എന്ത് വേണം? പാസീവ് ആക്കുമ്പോൾ എന്തായാലും ബീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് വേണം കേട്ടോ. വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ്. ഈ ഒരു ഐഡിയ കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട, നമ്മൾ ആക്റ്റീവും പാസീവും ആ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാനത് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ദ വർക്ക് വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് ബൈ 7:30 PM ടുമാറോ. അതായത് നാളെ 7:30 PM ആകുമ്പോഴേക്കും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലാണ്ട് വർക്ക്, ഇപ്പം ഞാൻ സപ്പോസ് ദ വർക്ക് വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലായി പോകും. അങ്ങനെയല്ലല്ലോ, വർക്കിനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വി വർ ലേറ്റ് ആൻഡ് ബൈ ദ ടൈം വി റീച്ച് ദി തിയേറ്റർ ദ സിനിമ ഡാഷ്. വി വർ ലേറ്റ് ആൻഡ് ബൈ ദ ടൈം വി റീച്ച് ദ തിയേറ്റർ. ഞങ്ങൾ തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും എന്തു പറ്റി? സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ഒരു സെൻറ്റൻസ്, അത്യാവശ്യം നല്ല വലിയ സെൻറ്റൻസ് ആണ്. അതിനകത്ത് 2 ഭാഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത് നടക്കുന്ന കേസ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസും. ഓക്കെ, റീച്ച്ഡ് എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് V2 ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതിനേക്കാളും മുമ്പ് നടക്കുന്ന കാര്യമായിരിക്കണമല്ലോ ഇവിടെ നടക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ എന്തായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ ഹാഡ് സ്റ്റാർട്ടഡ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ചോദ്യം. വെൻ ഐ അറൈവ്ഡ് അറ്റ് ഹിസ് ഹൗസ് ഹി ഡാഷ് ഹിസ് ലഞ്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ PSC എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, നമ്മളിത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ വെൻ ഐ അറൈവ്ഡ് അറ്റ് ഹിസ് ഹൗസ് ഹി ഡാഷ് ഹിസ് ലഞ്ച് എന്ന് പറയുമ്പോൾ വെൻ ഐ അറൈവ്ഡ് അറ്റ് ഹിസ് ഹൗസ് ഹി വാസ് ടേക്കിംഗ് ഹിസ് ലഞ്ച് ആണ് ആൻസർ. എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസർ വരാൻ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സെൻറ്റൻസിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുമ്പ് നടക്കുന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, രണ്ടാമത് നടക്കുന്ന കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതേപോലെ തന്നെ ഒരു കാര്യം നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം ഇൻട്രപ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം എങ്ങനെയായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും അതേപോലെ തന്നെ ഇൻട്രപ്റ്റ് ചെയ്ത് വരുന്ന കാര്യം എങ്ങനെയായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ടെൻസും ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം. വെൻ ഐ അറൈവ്ഡ് അറ്റ് ഹിസ് ഹൗസ് ഹി വാസ് ടേക്കിംഗ് ഹിസ് ലഞ്ച്. അവൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തിയത് അല്ലേ, ഞാൻ അവിടെ അറൈവ് ചെയ്തത്. അപ്പം അവൻ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏത് ടെൻസിലാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്തും ആ സമയത്താണ് അവൻ എത്തിയത്, അവൻ ഇൻട്രപ്റ്റ് ചെയ്തത്. അത് ഏത് ടെൻസിലായിരിക്കും? V2 ഫോം ഓഫ് ദി വെർബ്, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലേ? സോ വെൻ ഐ അറൈവ്ഡ് അറ്റ് ഹിസ് ഹൗസ് ഹി വാസ് ടേക്കിംഗ് ഹിസ് ലഞ്ച്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഒരു 20 ക്വസ്റ്റ്യൻസോളം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കണ്ട കമൻറ്റ് ചെയ്യുക കേട്ടോ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്.